തന്നെ ഇപ്പൊ KP മജീദ് MLA മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇവിടെ ഇതുപോലെ ഇങ്ങനെ വൃത്തിയിട്ട് മണ്ണിട്ട് നിരത്തിയാൽ നല്ലൊരു മഴ വന്നാൽ ഈ വെള്ളം എവിടേക്ക് പോകണം? ഈ മണ്ണിലുള്ള ഈ വെള്ളം നിന്നുണ്ടെങ്കിൽ നേരെ കീപ്പിട്ട് വരും. ഇത് കഴിഞ്ഞ തവണ ഈ കക്കാടിന്റെയും കുരിയാടിന്റെ ഇടയിൽ ഇതുപോലെ സംഭവിച്ചാണ്, ഇതുപോലെ ഇടിഞ്ഞു വീണാണ്. അന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചാണ്, അന്നും കാര്യങ്ങളും ചെയ്തില്ല. ഞങ്ങളുടെ വളരെ അശാസ്ത്രീയമായ രീതിയിൽ ഒരു മുന്നൊരുക്കം ഇല്ലാതെ ചെയ്തു പോകുന്ന വർക്കാണ്. ഉയർത്തിയതിൽ പ്രശ്നം തന്നെയാണ്. മണ്ണിട്ട് ഉയർത്തിയ പ്രശ്നം ഇത് സാധാരണ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമില്ലേ? എത്ര ഉയരത്തിൽ ഇതുപോലെ കല്ല് വെച്ചിട്ടൊക്കെ അതിൽ മണ്ണിട്ടാൽ മഴ പെയ്താൽ എന്താ സ്ഥിതി? ആ വെള്ളത്തിന്റെ സ്ഥിതി വലിയ ദുരന്തമാണ്. വലിയ ദുരന്തം കഴിഞ്ഞ മുടങ്ങാൻ സംഭവിച്ചു. വളരെ ദുരന്തം ഉണ്ടായില്ല. ഇത് ഭയങ്കര ദുരന്തം. നിൽക്കുന്ന പാടാണ്, അത് അങ്ങോട്ട് നീങ്ങിയതാ. ഇത് ഇത്ര വെയിറ്റ് ചെന്നിട്ട് ഇത് അങ്ങോട്ട് നീതി. ഐവനോട് പറയുമ്പോ അവര് പറയാം ഞങ്ങള് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിനും വലിയ വർക്ക് നടത്തിയതാണ്, ഞങ്ങൾ ഇതിനും വലുതൊക്കെ കണ്ടതാണെന്നുള്ള സംസാരം നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്. ഇത് നേരത്തെ ചൂണ്ടിക്കാണിച്ചാണ് നമ്മൾ ജില്ലാ വികസന സമിതിയിൽ ഈ പ്രശ്നം നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് മാത്രമല്ല, അവരിപ്പോ ഡ്രെയിനേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വെള്ളം എവിടെ കൊണ്ടത്? ഈ വെള്ളം മുഴുവൻ നാട്ടുകാരുടെ വീടുകളിലേക്ക് വിടുകയാണ്, പറമ്പ് വിടുകയാണ്. ഒരു തീരുമാനം ഉണ്ടെന്നില്ല. അതുപോലെ തന്നെ ഇവിടെ വന്ന് ചെയ്യുന്ന കുറച്ച് ചെറിയ റോഡുകളുണ്ട്, പഞ്ചായത്തോടെ എല്ലാം അടച്ചിരിക്കുകയാണ്. വളരെ അപകടകരമായ നിലപാടാണ് എടുക്കുന്നത്. ബന്ധപ്പെട്ട് സംസാരിക്കും. ഇപ്പൊ ഞാൻ പറയാം, നമ്മുടെ തിരങ്ങാടി മണ്ഡലത്തിലെ 4 പഞ്ചായത്ത് പരാതി കൊടുത്തിട്ട് 21-ാം തീയതി കലക്ടർ ചർച്ച വെച്ചിരിക്കുകയാണ്. ചർച്ച വെച്ചാലും അവർ തീരുമാനം നടപ്പിലാക്കൂല. അതപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പോക്ക് പോവാണെങ്കിൽ റോഡ് ജനങ്ങൾ ഉപരോധിക്കും. കാരണം എല്ലാ വേറെ യാതൊരു വീടുണ്ടാവില്ല, അവരൊഴിഞ്ഞു മാറുകയാണ്. കാരണം ഇപ്പൊ എറണാകുളത്തെ ഒരു ഉദ്യോഗസ്ഥനുള്ളത്, ഇവിടെ ഒരു പിന്നാലും ഒരുത്തുണ്ട്, ഡെപ്യൂട്ടി കളക്ടർ. അവർക്കൊന്നും അറിയില്ല എന്താണ് ഇന്നുണ്ടായതിന് ബന്ധപ്പെട്ടില്ല. ഇതിനുമ്പോൾ നടന്നു, ഇതിന് മുമ്പ് നടന്നതാണ്, ചർച്ച ചെയ്താണ്. ഇതിപ്പോ ഉണ്ടായിട്ടല്ലേ ഉള്ളൂ. ജില്ലാ കളക്ടറോട് പറഞ്ഞു, ജില്ലാ കളക്ടർ സംസാരിച്ചിട്ടുണ്ട്, ഈ സംഗതി ഇപ്പോ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിപ്പോ ഹൈവേ തുറക്കാനുള്ള ഈ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനു മുമ്പാണ് ഇപ്പൊ എന്താ വെച്ചാൽ അവരുടെ ഞാൻ മനസ്സിലാക്കി ഈ പരാതികളും കേൾക്കാതെ വേഗം വർക്ക് തീർത്ത് രക്ഷപ്പെടാനുള്ള ഒരു നിലപാടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, MLA തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഉപരോധിക്കേണ്ടി വരും. കാരണം അങ്ങനത്തെ റോഡ് പടച്ചിട്ട് കാര്യം ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ ആരെയും വർക്ക് ചെയ്യാം. ശരിക്കും മണ്ണ് ഇരിക്കാനുള്ള ഒരു സമയം കൊടുക്കില്ല എന്നുള്ളതായിരിക്കും. അതല്ല, ഇങ്ങനത്തെ അതല്ല. നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയിൽ എങ്ങനെ പ്രതിഷേധമാണ് ഉയരുന്നത്. വേങ്ങര കുരിയാട് മേൽപ്പാലത്തിന് സമീപമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതിലെ നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിരവധി പരാതികൾ ഉയർന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അപകടം കൂടി ഉണ്ടായിരിക്കുന്നത്. ആളുകൾക്ക് പരിക്കൊന്നുമില്ല, പക്ഷേ വാഹനങ്ങൾക്ക് കേടുപാടുകളുണ്ട്. തിരക്കില്ലാതിരുന്ന സമയമായതുകൊണ്ട് തന്നെ കൂടുതൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടില്ല. വളരെ വലിയ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടക്കും എന്ന സൂചന